പ്രിയമുള്ളവരെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, 38 വർഷം ബെത്സയിദ കുളക്കടവിൽ തളർന്നു കിടന്നൊരു മനുഷ്യൻ. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം മുഴുവൻ അവൻ രോഗപീഠയ്ക്ക് അടിമയായി ബെത്സയിദ കുളക്കടവിൽ തളർന്നു കിടക്കി. അവൻ്റെ മുമ്പിൽ രക്ഷപ്പെടുവാനുള്ള എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കും. അവൻ തന്നെ പറയുന്നുണ്ട്, ദൈവദൂതന്മാർ ഇറങ്ങി കുളമിളക്കുമ്പോൾ ആ ജലത്തിലേക്ക് ഇറങ്ങുവാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ നിരാശയുടെയും നഷ്ടബോധത്തിൻ്റെയും പടുകുഴിയിൽ ആണ്ട് കടന്ന വ്യക്തി. അവൻ്റെ ജീവിതം അവനൊരു ഭാരമായി, ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് വളരെ വേദനയിൽ ദുഃഖനിരാശയിലിരിക്കുമ്പോഴാണ് യേശു അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. യേശു അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവന് പരിപൂർണ സൗഖ്യം നൽകി, അവനൊരു പുതിയ ജീവിതം നൽകി അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ യേശു ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ കാലയളവിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഓരോരുത്തരുടെയും സങ്കടത്തിൻ്റെ കുളക്കടവിലിരുന്ന് നിലവിളിച്ച, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ മേൽ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് അവരുടെ കണ്ണുനീര് തുടച്ചു നീക്കുകയും അവരുടെ ജീവിതത്തിന് പുതിയൊരു വസന്തം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ദൈവം അനേകരെ അനുഗ്രഹിച്ച ഒരു രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി. വലതെഴുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾ സ്മരിക്കുന്നതും ദൈവനാമ മഹത്വത്തിനായിട്ട് അത് ഏറ്റുപറയുന്നതും ഒത്തിരി നല്ലൊരു കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പങ്കുവെക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉണരുകയും അവരുടെ ജീവിതത്തിൽ സമാനമായ ഒരു അത്ഭുതം ചെയ്യുവാൻ, ഒരു ദൈവിക പ്രവൃത്തി ചെയ്യുവാനുള്ള വാതിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില വ്യക്തികളുടെ സാക്ഷ്യത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ സാക്ഷ്യങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ അവൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച വ്യക്തികൾ, അത് തിരിച്ചു വരാത്ത വ്യക്തിയെക്കുറിച്ച് യേശു പരാതി പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 പേർ സൗഖ്യം പ്രാപിച്ചു. വിജയാധീയനായ മനുഷ്യൻ മടങ്ങി വന്ന് യേശു നാമത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? പ്രിയമുള്ളവരെ, ബാക്കി 9 പേർക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ ആ വിജാതീയനായ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ അവൻ നിത്യരക്ഷയെ സ്വന്തമാക്കിയാണ് മടങ്ങിപ്പോയത്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ജീവന്റെ കവാടം തുറക്കുവാനുള്ള ഒരു ദൗത്യമാണ് ദൈവം ഒരു സാക്ഷ്യത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. വലതെഴുതെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രാർത്ഥനകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുവാറുണ്ട്. ചിലർ നീണ്ട നാളുകളിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥനകൾക്ക് ദൈവം ചിലപ്പോൾ മൗനം അവലംബിക്കാറുണ്ട്. എന്നാൽ ചില പ്രാർത്ഥനകൾ അങ്ങനെയല്ല. ചില നിലവിളികൾക്ക് ദൈവം അത്ഭുതകരമായ രീതിയിൽ ഉത്തരം നൽകാറുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 65:24 നമ്മൾ വായിക്കുന്നുണ്ട്, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. ഒരു സാക്ഷ്യമാണ് ആലിസ് ജോൺ എന്ന സഹോദരി ഇത് ഇടുക്കിയിൽ നിന്നാണ് സാക്ഷ്യപ്പെടുത്തുക. കർത്താവായ യേശുവിന് എന്ന് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മകൾ 4 വർഷമായി വിദേശത്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ 2019 മാർച്ചിലെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിലിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേന്ന് തന്നെ ജോലി ശരിയായി. ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. ശക്തമായി കരങ്ങളടിച്ച്. അവർ മാർച്ച് മാസത്തിലെ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 4 വർഷമുണ്ടായിരുന്ന ജോലി തടസ്സം എടുത്തു നീക്കി ദൈവമായ കർത്താവ് പിറ്റേ ദിവസം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, നല്ലൊരു ജോലി നൽകി ആ സഹോദരിയെ
അനുഗ്രഹിച്ചു. ഈ സാക്ഷ്യം ശ്രദ്ധിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ മുമ്പിൽ ഒത്തിരി കത്തുകൾ എഴുതി വെച്ചതുണ്ട്. അനേകരുടെ മെയിലുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അനേകരുടെ SMS വന്നിട്ടുണ്ട്, ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി മക്കളുണ്ട്. പഠിച്ച വിധമുള്ള നല്ല ജോലി ലഭിക്കാത്തവര്, ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശ രാജ്യത്ത് ചെന്നിട്ട് നല്ലൊരു ജോലി കിട്ടാത്തവര്, നമ്മുടെ വലതുകരം ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ സമയങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ജോലി ലഭിക്കാത്ത എല്ലാ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങളടിച്ച് പാടാം. ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പ്രിയമുള്ളവരെ, ജിൻസി സിജോ എന്ന സഹോദരി ഇറ്റലിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയൊരു കത്താണ്. എൻ്റെ പേര് ജിൻസി സിജോ. ഞങ്ങൾ ഇറ്റലിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് 5 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെ ഫലമായി 2017 മെയ് 24 നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ഈശോ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറ്റലിയിൽ നിന്നാണ് ഈ സഹോദരി ഇത് സാക്ഷ്യപ്പെടുത്തിയത്. സമാനമായ മറ്റൊരു സാക്ഷ്യം കൂടി നമ്മൾ ശ്രവിക്കുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. ചികിത്സകൾ ചെയ്തു, അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. നൈറ്റ് വിജിൽ പ്രാർത്ഥനാ സഹായം തേടുകയും പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടുമൊത്ത് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഷാലോം നൈറ്റ് വിജിൽ ഒപ്പമിരുന്ന് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 2 സാക്ഷ്യങ്ങളാണ് ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത്. ജിലി ഷിബു വയനാട്ടിൽ നിന്നാണ്. 2 സാക്ഷ്യങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. ഇവർക്ക് 2 പേർക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു സഹോദരിക്ക് 5 വർഷവും ഒരു സഹോദരിക്ക് 6-ാം വർഷവും ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ പാടി ആരാധിക്കുമ്പോൾ ഓർക്കുക, ഈ ലോകത്തിൽ ഇന്ന് ഈ സമാന ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ദമ്പതികളുണ്ട്. ഒത്തിരി ചികിത്സകൾ നടത്തി വിഫലമായി നിരാശയിലിരിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിന് അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. കാരണം അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുവാനും അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാനുമാണ് ദൈവം നൈറ്റ് വിജിൽ എന്നൊരു ശുശ്രൂഷയെ ഈ ലോകത്തിന് പ്രദാനം ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ആരെല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ടോ അവരുടെ ഉദരങ്ങൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു കൊടുക്കും. അവരുടെ ജീവിതത്തിൽ ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കും. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവെന്നെ വീണ്ടെടുത്തു. സൗഖ്യമാ, യേശുവെന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും.
ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പ്രിയമുള്ളവരെ, ബിന്ദു എന്ന സഹോദരി മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പറ്റുന്ന എല്ലാ നൈറ്റ് വിജിലിലും ഞങ്ങൾ കുടുംബം ഒന്നിച്ച് പങ്കെടുക്കാറുണ്ട്. എന്നാൽ ജൂൺ മാസത്തിൽ നൈറ്റ് വിജിൽ കൂടണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം ആ വ്യാഴവും വെള്ളിയും ഞങ്ങൾ റോഡ് മാർഗം ട്രാവൽ ചെയ്യുകയായിരുന്നു. നാട്ടിൽ നിന്ന് പോന്നതാണ്. വെള്ളിയാഴ്ച വൈകിട്ടായതിനാൽ ടയേർഡായി, അതുകൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ബന്ധക്കുസ്തായുടെ ഒരു ആഴ്ച ആയിരുന്നതുകൊണ്ട് ഞാൻ മാത്രം ഇരിക്കാം, ഹസ്ബൻഡും മക്കളും കിടന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ നൈറ്റ് വിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് വന്നു. പ്രത്യേകമായി പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആരാധനയുടെ സമയത്ത് ആരാധന ലീഡ് ചെയ്ത ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: രാത്രിയിൽ ഞെട്ടിക്കരയുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ 2.5 വയസ്സ് മാത്രമുള്ള 5ാമത്തെ മകൾ മിക്ക രാത്രിയിലും ഞെട്ടി എഴുന്നേറ്റ് അലറിക്കരയുമായിരുന്നു. അത് ഞങ്ങൾക്കൊരു വേദനയായിരുന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ രാത്രിയിൽ ആ മെസ്സേജ് വന്നതിന് ശേഷം എൻ്റെ മോൾ പിന്നീട് ഒരു രാത്രി പോലും ഞെട്ടിക്കരഞ്ഞ് എഴുന്നേറ്റിട്ടില്ല. വലതുകരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മെയ് മാസം ഇവിടെ നടന്ന നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പ്രിയമുള്ളവരെ, ആ കുടുംബം നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. അവർ തുടർന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്: ഞാൻ കുഞ്ഞിൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ ആ രാത്രിയിൽ ദൈവം അവരുടെ ഹൃദയത്തിൻ്റെ ഒരു വേദനയെ തിരിച്ചറിയുക. അവിടെ ഹൃദയത്തിലൊരു നൊമ്പരമുണ്ട്, ഒരു സങ്കടമുണ്ട്, ഒരു ഭാരമുണ്ട്. തൻ്റെ 5ാമത്തെ കുഞ്ഞ് എന്നും രാത്രിയിലും മിക്ക രാത്രിയിലും ഞെട്ടിക്കരഞ്ഞ് അലറി നിലവിളിക്കും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് ആ ഹൃദയത്തിന്റെ വേദന കണ്ട് ഈ ആരാധന മധ്യ ഒരു സന്ദേശമായി നൽകി ആ കുഞ്ഞിന്റെ ആ പ്രശ്നത്തെ എന്നേക്കുമായി എടുത്തു നീക്കി. വലതെഴുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളടിച്ച് നമുക്ക് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. മനുഷ്യൻ്റെ വിജ്ഞാനത്തെയും അവൻ്റെ അറിവിനെയും അതിലംഘിക്കുന്ന രീതിയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും പല പ്രശ്നങ്ങളിലും ഇടപെടുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യം ഷൈല ജോയി എറണാകുളത്ത് നിന്നാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ മകൻ ബേസിൽ ജോയി പനി കൂടി അബോധാവസ്ഥയിലായി 6 ദിവസം എറണാകുളത്തെ അതിപ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ICUവിൽ കടന്നു. അവൻ്റെ ബ്രെയിൻ 70% തകരാറിലായിരുന്നു. ആ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ADEM, അതിൻ്റെ ഷോർട്ട് ഫോം അതാണ്. ADEM എന്ന അസുഖമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് അവനെ പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞു. ഒരു ദിവസം ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു, അവൻ നമ്മോടുകൂടെ ഇല്ല എന്ന്. പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. അവൻ നമ്മോടുകൂടെ ഇല്ല, അതായത് ആ രോഗത്തിൻ്റെ
മൂർജൻ്റെ അവസ്ഥയിൽ ആ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഡോക്ടറിലൂടെ സൂചിപ്പിക്കുക. ഞാൻ ശാലോമിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് എൻ്റെ യേശുവേ ഞങ്ങളുടെ മകനെ തിരിച്ചു തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശാലോമിലേക്ക് വിളിച്ച് നൈറ്റ് വിജിലിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഇടവകയിലെ കൂട്ടായ്മയും മറ്റ് ധാരാളം വ്യക്തികളും ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവൻ കണ്ണു തുറന്നു. അപ്പോഴും ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. സാവധാനമായി അവൻ കൈകാലുകൾ ചലിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടിയാലും അവന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവത്തോട് യാതൊരു കുറവും കൂടാതെ ഞങ്ങളുടെ മകനെ തിരിച്ചു തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമായ കർത്താവ് കേട്ടു. ഞങ്ങളുടെ മകന് യാതൊരു കുറവുമില്ലാതെ പരിപൂർണ സൗഖ്യത്തോടെ ഈശോ ഞങ്ങൾക്ക് തിരിച്ചു നൽകി. കരങ്ങൾ ശക്തമായിടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഡോക്ടേഴ്സിന്റെ വലിയൊരു മെഡിക്കൽ റിപ്പോർട്ട്, ക്ലിനിക്കൽ റിപ്പോർട്ട് കൂടിയാണ് ഈ സാക്ഷ്യം നമുക്ക് അയച്ചു തരിക. അവരുടെ മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. അവനില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അവൻ്റെ കണ്ണുകൾ തുറക്കുകയും ചലനമുണ്ടായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ജീവൻ തിരിച്ചു കിട്ടിയാൽ ഒത്തിരി കുറവുകളുണ്ടാകും. കാരണം ബ്രെയിൻ ആദ്യ അവസ്ഥയിൽ തന്നെ 70% ഡാമേജ്. പക്ഷേ നമ്മുടെ ദൈവമുണ്ടല്ലോ, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. നമ്മുടെ ദൈവം ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനാണ്. മരണത്തിന്റെ തലയെ തകർത്തവൻ അവന്റെ ആ കുടുംബത്തിന്റെ കണ്ണുനീരിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ നൽകി അവനെ അത്ഭുതകരമായ രീതിയിൽ ഒരു പൊതുജീവൻ നൽകി അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് പാടി ആരാധിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കരങ്ങളടിച്ച് കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഒരിക്കൽ കൂടി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന സമയമാണ്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിലവിളിക്കുമ്പോഴാണ്. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ്റെ മുമ്പിൽ ആരെല്ലാം നിലവിളിച്ചിട്ടുണ്ടോ അവരുടെ നിലവിളിക്ക് ഒരു ഉത്തരം കൊടുക്കാതെ കർത്താവിന് മുമ്പോട്ട് പോയിട്ടില്ല. അവൻ അവിടെ നിന്ന് അവരെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ഈശോ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈശോ കടന്നു വരുന്നതിന് മുമ്പ് ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. ഈ രാത്രിയിൽ ഈശോ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങളുടെ ഒന്നൊരുക്കുക. കർത്താവിൻ്റെ മുമ്പിൽ അവ സ്നേഹത്തോടെ കൊടുക്കണം. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ കഴിവിന്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളാകാം. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വരുന്നവനാണ്. നമ്മുടെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. അതുകൊണ്ട്
ഈ സമയങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കുക. കർത്താവിൻ്റെ മുമ്പിൽ ഒരു പുഷ്പ കിരീടം നമ്മൾ ഒരുക്കി സമർപ്പിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നിയോഗങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒന്നൊരുക്കുക. തമ്പുരാന്റെ മുമ്പിൽ അത് ആദരവോടെ സമർപ്പിക്കുക. ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം ദൈവം ഏറ്റെടുക്കുക. അവൻ അത് ഏറ്റെടുത്ത് ആശീർവദിച്ച് വിഭജിച്ച് വീണ്ടും വർദ്ധിപ്പിച്ച് നമ്മുടെ കരങ്ങളിൽ തരിക. സ്നേഹത്തോടെ ദിവികാരൻ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നീ എൻ്റെ ഉള്ളിൽ സ്നേഹപ്പൂമഴയായി പെയ്യണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകേണം. നിന്നെയൊന്നാസ്വദിക്കാൻ, നിന്നെയൊന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി നമുക്ക് ആദരവോടെ മുട്ടുമേൽ നിൽക്കാം. വാഴേണം. കണ്ണുകളടച്ച് നിന്നെയൊന്നാസ്വദിക്കാൻ, നിന്നെയൊന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴേണം. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടൊന്നും. ചേർന്ന് പാടി. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദിവികാരന്റെ സന്നദ്ധിയിൽ ജീവിതം സമർപ്പിച്ച് ആദരവോടെ ശിരസ് നമിക്കാൻ നമുക്ക് അവനെ ഒന്ന് നമ്മളെ തന്നെ പൂർണ്ണമായി കൊടുക്കുക ഈശോയ്ക്ക്. എന്റെ മുൻപിൽ ജീവനേകുമപ്പമാകുമ്പോൾ നീ എന്നിൽ വന്നലിഞ്ഞു ചേരാനായി അണയുമ്പോൾ കാണുന്നു നിൻ മുഖം, അറിയുന്നു നിൻ സ്നേഹം, പാടുന്നു സ്തുതിഗീതം എന്റെ നല്ല കർത്താവേ. കാണുന്നു നിൻ മുഖം, അറിയുന്നു നിൻ സ്നേഹം, പാടുന്നു സ്തുതിഗീതം എന്റെ നല്ല കർത്താവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
കരങ്ങളും ഉയർത്തി ഈശോയെ നോക്കി ഹല്ലേലൂയ. യേശുവേ എന്റെ കർത്താവേ, എന്റെ യേശുവേ, ആരാധന. ഓ പരമപരിശുദ്ധനേ, രാജാക്കന്മാരുടെ രാജാവേ, ദേവന്മാരുടെ ദേവാശ്രയേലിന്റെ പരിശുദ്ധ മഹോന്നതനായ ദൈവമേ, നീക്കും വാഴ്ത്തപ്പെട്ട നാമമേ യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന ആരാധന ദിവ്യകാരുണ്യത്തെ നോക്കി ആരാധന ആരാധന ജീവിതം സമർപ്പിച്ച് ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹൃദയത്തെ ശാന്തമാക്കി പരമപരിശുദ്ധനായ കർത്താവിൻ്റെ മഹനീയമായ ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വയ്ക്കുക. ഇതാ ജീവിക്കുന്ന ദൈവം, ഇതാ സർവശക്തനായ ദൈവം. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദീർഘദർശികളും നൂറ്റാണ്ടുകൾ കാണാൻ വേണ്ടി കാത്തിരുന്നൊരു ദൈവം. അവനെ കാണുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പരിശുദ്ധനായവനെ ആരാധിക്കുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. ജീവിക്കുന്നവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരിക. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു നീതി സൂര്യൻ ഉദിച്ചിരിക്കുന്നു, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ നിങ്ങൾ സന്തോഷത്തോടുകൂടി അവൻ്റെ മുമ്പിൽ തുള്ളിച്ചാടും. പ്രിയമുള്ളവരെ, ഇതാ ജീവിക്കുന്ന ദൈവം, നീതി സൂര്യനായ കർത്താവ്, നീതി സൂര്യനായ കർത്താവ് ദിവ്യകാരുണ്യമായി ഈ അൾത്താരയിൽ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അവനെ ആരാധിക്കുമ്പോൾ അവൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കും. യെശയ്യാ 60:1 നമ്മൾ കാണുന്നില്ലേ, ഉണർന്ന് പ്രചോദിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാ നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. നിന്റെ പ്രകാശം ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രകാശം യേശു ക്രിസ്തുവാണ്. അവനിതാ ഈ ആൾത്താരയിൽ ഉദയം ചെയ്തിരിക്കുന്നു. എന്റെ പ്രിയരെ, 2 കരങ്ങളും അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? 2 കരം ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി ചങ്കുപൊട്ടി ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? ഉരുകിയ മനസ്സോടെ, മുറുകിയ ഹൃദയത്തോടെ യേശുവേ എന്ന് വിളിക്കുമ്പോ അവന്റെ വിടുതലിന്റെ വചനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ആരാധനയെ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവും. വിടുതലിന്റെ അഭിഷേകം നിന്റെ ആത്മാവിലേക്ക് ദൈവം അയക്കും. യേശു എന്ന നാമത്തെ വിളിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ അത്ഭുത ശക്തി, അത്ഭുത ശക്തി ഇപ്പോൾ 6 ഭൂഖണ്ഡങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലമേലും ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി അവരുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 റിയ 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 റിയ. കരങ്ങളടിച്ച് വലിയ ഉണർവോടെ ദിവ്യകാരുണ്യത്തെ നോക്കി അവന്റെ വചനമയച്ച് അവൻ നമ്മളെ വിടുവിച്ച ദൈവമാണ്. അവന്റെ വചനമയച്ച്
നമ്മുടെ ദുരിതങ്ങൾ അവൻ നമ്മെ വിടുവിച്ചിട്ടുണ്ട്. നമ്മുടെ മേലുള്ള കെട്ടുകൾ അവൻ അഴിച്ചിട്ടുണ്ട്. പുതിയൊരു ലോകത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുണ്ട്. ആ കർത്താവിന്റെ വചനം, വിടുതലിന്റെ വചനം, സൗഖ്യത്തിന്റെ വചനം, സർവശക്തന്റെ വചനം ദൈവമേ ഈ ആരാധന വേളയിൽ എന്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരമടിച്ച് ചേർന്ന് പാടാം. യേശുവിൻ വചനമിതാ, യേശുവിൻ വചനമിതാ, ചേർന്ന് പാടാം. വിടുതലിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, കരങ്ങൾ ഉയർത്തിയടിച്ച് ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ആമേൻ ആമേൻ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ, ആമേൻ ആമേൻ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും ചേർന്ന് ആരാധിക്കുക. ഇത് സർവശക്തൻ ഒരു അത്ഭുത പ്രവൃത്തി, ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുത പ്രവൃത്തി ഈ രാത്രിയിൽ സർവശക്തൻ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. കരമടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവേ 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 യേശുവേ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളെ കരങ്ങളടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി വലിയ ആനന്ദത്തോടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആനന്ദത്തോടെ ആരാധിക്കുക. യേശുവേ, പാപബന്ധനം ഞങ്ങളെ വിടുവിക്കുന്നവൻ, അനുതാപം നൽകുന്ന കർത്താവേ, ആരാധിക്കുന്നു. പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ, ആഗ്രഹിച്ച് പാടിക്ക്. പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷം തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ, പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ, ഈശോയേ, പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ, കരമേറ്റടിച്ച് തകരട്ടെ, അഭിഷേകം നിറയട്ടെ, എല്ലാവരും ചേർന്ന് ബന്ധനം തകരട്ടെ, glory, glory. അഭിഷേകം നിറയട്ടെ, വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ, ആമേൻ ആമേൻ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യഗാന സന്നിധിയിലേക്ക് രണ്ട് കരമുയർത്തുന്നു. ഈ ആരാധന നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പാപബന്ധനം തകരണം, അനുതാപം നിറയണം, തഴക്ക ദോഷങ്ങൾ മാറണം, ബന്ധനത്തിന്റെ അരൂപികൾ നിർവീര്യമാകണം. യേശു രാജാതിരാജനായി മഹത്വത്തോടെ ആകാശം പിളർന്ന് അവൻ ഇറങ്ങി വരണം. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവിനെ വിളിച്ച് ആരാധിക്കുക. യേശുവിനെ വിളിച്ച് ആരാധിക്കുക. യേശുവിനെ വിളിക്കുക. ജീവിക്കുന്ന ദൈവത്തെ വിളിക്കുക. നീ ആയിരിക്കുന്ന ഇടം നിന്ന് യേശുവേ എന്ന് വിളിക്കുക. അവിടെ സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടും. ബന്ധനങ്ങൾ തകരും. വിടുതലിന്റെ രൂപി വ്യാപരിക്കും. ഈശോയേ, യേശുവേ യേശുവേ യേശുവേ. ഹാലാ 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 ഹാലാ. എല്ലാവരും ചേർന്ന് ആരാധിക്കുക. യേശുവിൽ നിന്ന് സൗഖ്യശക്തി ഒഴുകുന്നു. യേശുവിൽ നിന്ന് വിടുതൽ ശക്തി വ്യാപരിക്കുന്നു. യേശു നാമത്തിന്റെ ശക്തി തലമുറകളെ വിശദീകരിക്കുന്നു. കെട്ടുകൾ അടിയുന്നു. ഈശോയേ, ഹാലാ 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 ഹാലാ. റിയാ റിയാ റിയാ. ഹാലാ 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 ഹാലാ. വീണ്ടും കരങ്ങളടിച്ച് കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോ മാറാരോഗികൾ സുഖപ്പെടട്ടെ, കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോ മാറാരോഗികൾ സുഖപ്പെടട്ടെ, രോഗപീഡകൾ നീങ്ങിടട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, രോഗപീഡകൾ നീങ്ങിടട്ടെ, അത്ഭുത ശക്തി അത്ഭുത ശക്തി നിറയട്ടെ, കരങ്ങൾ ഉയർത്തിയടിച്ച്
നൽകണമേ ഈശോയേ നാഥാ. ഹല്ലേലൂയ 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 സ്വന്തമായി കരങ്ങളടിച്ച് ഈശോയേ ഈശോയേ ഈശോ 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 ഈശോയേ ദിവ്യാനന്ദമൊക്കെ പാടിക്കേ. സൗഖ്യം നൽകണമേ ഈശോ ഈശോയേ സൗഖ്യം നൽകണമേ ഈശോ ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ദിവ്യകാന്യസനിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി യേശുവിനെ നിന്റെ ഹൃദയത്തിലെ സ്നേഹത്തോട് ചേർത്ത് ഹൃദയത്തിലെ സ്നേഹമുണർത്തി വലിയ ആഗ്രഹത്തോടെ യേശുവിനെ ഇന്ന് തൊടണം, യേശുവിനെ ഇന്ന് എനിക്ക് സ്വന്തമാക്കണം. ഈശോയെ വിളിക്കുക. കുടുംബത്തിലേക്ക്, തകർച്ചയിലേക്ക്, കണ്ണുനീരിലേക്ക് യേശുവേ ഈശോയെ 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 യേശുവേ 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 ഈശോയെ ഈശോയേ യേശുവേ കെട്ടുകൾ പൊട്ടിക്കണമേ ഈശോയേ ബന്ധനമഴിക്കണമേ ഈശോയേ രോഗസൗഖ്യം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമാവുക, സ്വസ്ഥമാവുക, ഞാനാണ് ദൈവമെന്നറിയുക. ഓരോരുത്തരും സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയ ദൈവ പൈതലേ, നീ ഇപ്പോൾ ആയിരിക്കുന്നത് പരമപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിലാണ്. മത്തായി 11:28 അവിടുന്ന് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ ദൈവ പൈതലേ, ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ പല വിധത്തിലുള്ള രോഗങ്ങളും അസ്വസ്ഥതകളും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. നീ ഏത് മനോഭാവത്തോടുകൂടിയാണ് ഈ സഹനങ്ങളെ സ്വീകരിക്കുക? 1 പത്രോസ് 4:1 നാം കണ്ടു, യേശു സ്വന്തം ശരീരത്തിൽ പീഡകൾ അനുഭവിച്ച അതേ മനോഭാവം നിനക്കുണ്ടാവണം. നിന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവത്തിന് പ്രീതികരമായ ഒരു സജീവ കാണിക്കയായി മാറുവാൻ, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാൻ ദൈവം നിന്നോട് ആഗ്രഹിക്കുകയാണ്. നാളിതുവരെ നിന്റെ രോഗങ്ങളെക്കുറിച്ച്, നിന്റെ തകർച്ചകളെക്കുറിച്ച്, നിന്നെ ആരും മനസ്സിലാക്കാത്തതിനെക്കുറിച്ച്, നിന്റെ ഒറ്റപ്പെടുത്തലിനെക്കുറിച്ച്, നിനക്കുണ്ടായ തകർച്ചകളെക്കുറിച്ചെല്ലാം നീ ഒത്തിരി പേരോട് പരാതിപ്പെട്ടിട്ടില്ലേ? നീ ചെയ്യാത്ത കുറ്റങ്ങൾ നിന്റെ നേരെ വിരൽ ചൂണ്ടി ആരോപിക്കുമ്പോൾ, ആക്രോശിക്കുമ്പോൾ അവയെ എതിർക്കുവാൻ നീ എത്രയോ യത്നിച്ചിട്ടുണ്ട്. ഈശോ പറയുന്ന, മകനെ, മകളെ, ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 56:8 അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണുന്നുണ്ട്, കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നിന്റെ മുമ്പിലുള്ളത്. അവിടുന്ന് അനുഭവിച്ച പീഡകൾ ഉപരി നന്മയ്ക്കായി മാറ്റിയപ്പോൾ അത് ലോകം മുഴുവനും അനുഗ്രഹ കാരണമായി മാറിയില്ലേ? അന്യായമായി യേശു ശരീരത്തിൽ ഏറ്റെടുത്ത വേദനകളല്ലേ നമ്മളെല്ലാം പാപബന്ധനം വിടുവിച്ചത്, നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞത്, ശാപപാപ കെട്ടുകളെ തകർത്തത്. പ്രിയ ദൈവ പൈതലെ, ഒരിക്കൽ കൂടി ആ യേശുവിൻ്റെ മനോഭാവത്തോടുകൂടി സഹനങ്ങളെ സ്വീകരിച്ചാൽ അത് രക്ഷാകരമായി മാറും. ഒരു പുതിയ കാൽവയ്പ്, സഹനത്തെ രക്ഷാകരമാക്കി കാണാൻ ശ്രമിക്കുക. നീ ആഗ്രഹിക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, നീ നന്മ ചെയ്തിട്ടും നീ വിശുദ്ധിയിൽ ജീവിച്ചിട്ടും
ദൈവവചനം പാലിക്കുക ഒരു വ്യക്തിയായി തീർന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ അത് ദൈവം അനുവദിക്കുന്നത് തന്നെയാണ്. അൽഫോൻസാമ്മ ഏറെ സഹിച്ചില്ലേ? ആ മകളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീർന്നില്ലേ? പിറുപിറുപ്പ് കൂടാതെ ആ സഹനം ഏറ്റെടുത്തപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ഏറെ സഹിച്ചില്ലേ? സഹനമില്ലാതെ ആരാ വിശുദ്ധീകരിക്കപ്പെട്ടത്, വിശുദ്ധരായി തീർന്നത്? ഇത് മനസ്സിലാക്കുക മകനെ, മകളെ. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കൃപയോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി മാത്രം നീ പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒത്തിരി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ കെട്ട് കഴിയാത്തത്? എന്തുകൊണ്ടാ ഒരു ദുഃഖം മാറുന്നത് മറ്റൊരു ദുഃഖം കടന്നു വരുന്നത്? ഞാൻ ഇത്രമാത്രം വിശുദ്ധിയോടെ ജീവിച്ചിട്ട്, ഞാൻ ഇത്രമാത്രം ദൈവീക കാര്യങ്ങൾ വില കൊടുത്തിട്ട് എൻ്റെ കുടുംബത്തിലാണല്ലോ ഇതൊക്കെ കടന്നു വരുന്നത്. ചിലരൊക്കെ എന്നെ പിന്തിരിപ്പിച്ചു. ശരിയാ, പള്ളിയോടും പട്ടക്കാരോടൊക്കെ ഒത്തിരി അടുത്താൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. മക്കളെ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതേ. ദൈവം നൽകുന്ന സഹനങ്ങളെ, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ രക്ഷാകരമാക്കുമ്പോൾ അനുഗ്രഹമാക്കി മാറ്റുക. യേശുവേ, മുൾമുള്ളി അടഞ്ഞ യേശുവേ, എൻ്റെ ഹിതമല്ല പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് അനുവദിച്ച വേദനകളെല്ലാം ഏറ്റെടുത്ത് ശിരസിൽ മുൾക്കിരീടമണിഞ്ഞ് ഭാരമേറിയ കുരിശും വഹിച്ച് കാൽവരി മലയിലേക്ക് കയറിപ്പോയ തമ്പുരാനെ, അങ്ങ് ആ കുരിശോടുകൂടി എന്നെ ഒന്ന് ചുംബിക്കുമ്പോൾ ആ ചുംബനം എനിക്ക് നൽകുന്ന നൊമ്പരപ്പെടുത്തുന്ന വേദനയാണ് എൻ്റെ ജീവിതത്തിലെ സഹനം എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ. ഓ കർത്താവേ, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹനങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ സഹനത്തോട് അല്പം ഒന്ന് ചേർത്ത് വയ്ക്കാൻ എന്നെയും അനുവദിക്കണമേ. ഒരു ഗാനം ആലപിക്കുമ്പോൾ ആരും കൂടെ പാടണ്ട. പാടുന്ന പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി, യേശുവേ, അങ്ങയുടെ സ്നേഹസ്പർശനത്തിനായി, അങ്ങയുടെ കരുതലിനായി, അങ്ങയുടെ തലോടലിനായി ഞാനിതാ കാത്തിരിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കട്ടെ. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എനിക്കൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. യേശുവേ, സ്നേഹത്തോടെ മുത്തം യേശുവേ, വേദനയായി മാറിയപ്പോ സ്നേഹത്തോടെ മുത്തം ഓ ജീസസ്, വേദനയായി മാറിയപ്പോ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. യേശുവേ, അതിൻ പേരല്ലോ സഹനം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകൾ എൻ്റെ മുഖത്ത്, മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം യേശുവേ, വേദനയായി മാറിയപ്പോൾ സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയുടെ പേരാണ് സഹനം. ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. ഓ ദൈവമേ, എൻ്റെ ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ആരോരും എന്നെ സഹായിക്കാനില്ലാതെ വലഞ്ഞപ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് പോലും അറിയാതെ ഞാൻ തളർന്നു പോയ നിമിഷങ്ങൾ, എൻ്റെ കൂടെ നിന്നവരും ഞാൻ സ്നേഹിച്ചവരുമൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്കെതിരെ പരിഹാസ വാക്കുകളും ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന
വാക്കുകളുമായി കടന്നു വന്നപ്പോൾ തകർന്നു പോയി തമ്പുരാനെ. ദൈവമേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ രക്ഷാകരമാക്കി മാറ്റാൻ സാധിക്കാതെ പോയ സഹനങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഈ രാത്രി ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ക്ലേശത്തിൻ മുള്ളുകൾക്കിടയിൽ യേശുവേ, വേദനയിൽ ഞാൻ പിടഞ്ഞു. ഓ കർത്താവേ, പരിഹാസവാക്കിൻ നടുവിൽ യേശുവേ, ഇടനെഞ്ചു നീറി കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതനായ യേശുവേ, ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം. ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എന്റെ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളൻ മുഖത്തെങ്ങും വിങ്ങുന്ന വേമ്പരമേകി. സ്നേഹത്തോടെ മുത്തം യേശുവേ, വേദനയായി മാറിയപ്പോൾ സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. തുടർന്നുള്ള നിമിഷങ്ങളിൽ സാധിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച മക്കളെ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവ പൈതലേ, നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ വേദന എന്താണോ അത് നീശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ദൈവം എന്റെ വേദനയെക്കുറിച്ച് ഞാൻ ഒരിക്കലും പരാതിപ്പെടില്ല. കർത്താവേ, കാൽവരിക്കുന്നിൽ അങ്ങ് സഹിച്ച വേദനയോട് തുലനം ചെയ്യുമ്പോൾ എന്റെ വേദന എത്രയോ നിസ്സാരമാണ്. എന്റെ ഉപരി നന്മയ്ക്കായി നൽകുന്ന ഈ വേദനയെ ഞാൻ ഏറ്റെടുക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ വേദന എന്താണെങ്കിലും ആകട്ടെ, എത്ര കഠോരമായിക്കൊള്ളട്ടെ, യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കാൽവരിക്കുന്ന നിനക്ക് വേണ്ടി പീഡകളേറ്റ് പിടഞ്ഞ് മരിച്ച യേശുവിന്റെ മുഖം മനസ്സിൽ കണ്ട് കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് ഇടനെഞ്ചു പൊട്ടി ഉറക്കെ യേശുവേ, യേശുവേ, അപ്പോൾ ഞാൻ നിനക്ക് ഉത്തരം വരണം. നിന്റെ ശക്തിക്ക് അതീതവും നിങ്ങളോ മഹത്തമായ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുനാമത്തിൽ സങ്കടക്കടൽ യേശുവേ അവിടുന്ന് ഏറ്റെടുക്കണമേ. വേദനകൾ, ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, തിരസ്കരണങ്ങൾ കർത്താവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. അനേകരുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ട്. ആര് കണ്ണീർ തുടയ്ക്കാൻ നിൽക്കണ്ട. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകമായി മാറട്ടെ. യേശുവേ, എന്റെ വേദനയെ സമർപ്പിക്കുന്നു. എന്റെ മക്കൾ, എന്റെ ജീവിത പങ്കാളി, എന്റെ സഹോദരങ്ങൾ, എന്റെ കൂടപ്പിറപ്പുകൾ, എന്റെ ബന്ധുക്കൾ, എന്റെ മിത്രങ്ങൾ എനിക്ക് നൽകുന്ന വേദനകളെ സ്വീകരിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് എല്ലാവരും ചേർന്ന് ഈശോയേ, ഈശോയേ, എന്റെ
ചേർന്ന് പാടാമോ? ഈശോയേ, 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 എൻ്റെ ഈശോ. സ്വരമുയർത്തി വിശ്വാസത്തോടെ പാടിക്കുക മക്കളെ. ഈശോ നിന്നെ തൊടുന്ന സമയമാണിത്. ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോ. ഓ ജീസസ്. ഈശോയേ, 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 എൻ്റെ ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കരുണ കാണിക്കണമേ ദൈവമേ. ഈ മക്കളുടെ കണ്ണീരിന് ഉത്തരം കൊടുക്കണേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന വ്യക്തികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കണം പ്രിയപ്പെട്ട മക്കളെ. കാരണം ആത്മാർത്ഥമായി ക്ഷമിക്കുമ്പോൾ മാത്രമേ നിനക്ക് നിന്റെ സഹനത്തിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ 50-ാം അധ്യായം 20-ാം വചനം യൗസേപ്പ് പറയുന്ന ഒരു മനോഹരമായ വചനമാണ്. യൗസേപ്പിനെ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് ഈജിപ്തിലേക്ക് വിറ്റുകളഞ്ഞ തൻ്റെ സഹോദരങ്ങൾ വർഷങ്ങൾക്കപ്പുറത്ത് ജോസഫിൻ്റെ അടുത്ത് വരുമ്പോൾ ജോസഫിന് അവരെ തിരിച്ചറിയുന്നു. പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവന് വേണമെങ്കിൽ എത്ര പ്രതികാരം വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ജോസഫ് അവരെ ഓർത്ത് ഉള്ളിൽ പോയി കിടക്കറയിൽ പോയി കരയുകയാണ്. തിരിച്ചു വന്ന് 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ ജോസഫ് പറയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എങ്കിലും എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തെങ്കിലും എൻ്റെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. മകനെ, മകളെ, നീ വിശ്വസ്തയോടെ ജീവിച്ചാൽ, നീ വിശുദ്ധിയോടെ ജീവിച്ചാൽ, നീ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ, ആരെല്ലാം നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം നിന്റെ പരാജയം ആഗ്രഹിച്ചാലും അതിനെ എല്ലാം അതിജീവിച്ച് നിനക്ക് വിജയം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിനക്ക് വേണ്ടി പൊരുതുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവം. ആ തമ്പുരാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ചില മേഖലകളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ആ മേഖലയിലുള്ള ഏതെങ്കിലും ദുഃഖത്തിന് കാരണമായ തിന്മയുടെ സ്വാധീനങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, അത് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിടുതൽ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കണ്ണടച്ച് പിടിക്കാം, കരങ്ങൾ കൂപ്പി പിടിക്കാം, സഹോദരിമാരെ ഷോളൊക്കെ തലോട്ട് കയറ്റിയിടാം. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച്, രക്ഷിതാവായ യേശുവേ, അങ്ങേ എൻ്റെ ജീവിതത്തിന്റെ ഏക ദൈവവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അങ്ങിലൂടെ മാത്രമാണ് ശാശ്വതമായ സമാധാനവും രക്ഷയും സന്തോഷവും കൈവരികയുള്ളൂ എന്നും വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശുവേ, യേശുവേ, എനിക്ക് വേണ്ടി കാൽവരി കുന്നിൽ പീഡകൾ സഹിച്ച് രക്തം ചിന്തി മരിച്ച് പാപത്തെയും രോഗത്തെയും ശാപത്തെയും പിശാചിനെയും തകർത്തവനെ എന്റെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും വിധത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ എന്നെ തകർക്കാനോ എന്റെ കുടുംബത്തെ തകർക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലമായി എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന തീരാ ദുഃഖങ്ങളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും തകർച്ചയുടെയും തടസ്സങ്ങളുടെയും എല്ലാ അന്ധകാര ശക്തികളെയും പൈശാചിക ബന്ധനങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അതിര തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ യേശുവേ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ രോഗപീഠകൾക്ക് കാരണമായ, തകർച്ചകൾക്ക് കാരണമായ, തടസ്സങ്ങൾക്ക് കാരണമായ എല്ലാ തിന്മയുടെ ശക്തികളെയും ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതകൾ, രോഗപീഠകൾ, തകർച്ചകൾ, തടസ്സങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ എന്നേക്കുമായി കുടുംബങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച്, കൈകൾ തൊട്ടി, കൈകളടിച്ച്.
യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, Almighty power. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, തിരുക്കരത്താൽ എല്ലാവരും ചേർന്ന് പാടട്ടെ. യേശു രക്തത്തിന്റെ യോഗ്യതയാൽ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, കെട്ടി അഴിയട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. രോഗങ്ങൾ, ശാപങ്ങൾ പെരുമഴ പോൽ യേശുവേ. പെയ്യട്ടെ, ആമേൻ. പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. ഓ ദൈവമേ, രോഗമെല്ലാം നീങ്ങട്ടെ, പാപമെല്ലാം മാറട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിയപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ യേശു രക്തത്താൽ, യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പാപമെല്ലാം Glory. മാറിയിടട്ടെ, ആമേൻ. രോഗമെല്ലാം ആമേൻ. നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, യേശുവേ. രോഗമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ സുഖപ്പെടട്ടെ, ഉയർത്തിയടിച്ച്. തിരുരക്തത്താൽ സുഖപ്പെടട്ടെ. ആമേൻ, ആമേൻ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, ഓ ജീസസ്. പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ വിട്ടകലട്ടെ. യേശുവിന്റെ യേശുവിൻ തിരുരക്തം, Glory, glory. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. Hallelujah, hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, 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 പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ അവിടുന്ന് സഭയെ സ്ഥാപിച്ചതോർത്ത്, സഭയെ നയിക്കുന്നതോർത്ത് ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങയെ വിശ്വസിക്കുവാനും സഭയിൽ അംഗമാകുവാനും സഭയിലൂടെ ആത്മീകവും ഭൗതികവുമായ കൃപകൾ സ്വീകരിക്കുവാനും സഭയിലൂടെ ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നല്ല കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, തലമുറകളായി അങ്ങയുടെ വിശ്വാസം സൂക്ഷിക്കുകയും അത് ഞങ്ങൾക്ക് കൈമാറിത്തരികയും ചെയ്ത ഞങ്ങളുടെ എല്ലാ പൂർവികരെയും ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ച് നന്ദി പറയുന്നു. കാലാകാലങ്ങളിൽ സഭയെ നയിച്ച എല്ലാ മാർപ്പാപ്പമാരെയും ഓർത്ത്, കർത്താന്മാരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത നിരവധിയായ വൈദികരെ ഓർത്ത്, സമർപ്പിതരെ ഓർത്ത്, ആത്മായ സഹോദരന്മാരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ അധ്വാനത്തിലൂടെ, അവരുടെ സമർപ്പണത്തിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ, ലോകത്തിന് കിട്ടിയ, സഭയ്ക്ക് കിട്ടിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. കർത്താവെ, വീണ്ടും സഭയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ പരിശുദ്ധാത്മാവിനെ സഭയെ വീണ്ടും ശക്തമായി നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പായ്ക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ. പരിശുദ്ധാത്മാവിന് ഉന്നതമായ അഭിഷേകം നൽകണമേ. ദൈവഹിതമനുസരിച്ച് സഭയെ നയിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അഭിഷേകവും അദ്ദേഹത്തിന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കർദിനാളന്മാരെയും
മെത്രാന്മാരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മായ ശുശ്രൂഷകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടവകളിൽ സേവനം ചെയ്യുന്ന അൽമായരായ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സാത്താന്റെ തിരിച്ചടികളിൽ നിന്നും സഭയ്ക്ക് സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ കുടില തന്ത്രങ്ങൾ പരാജയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ അവരെ ശിക്ഷിക്കണമെന്നല്ല, അവരെ രക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് അവരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവര് നിന്നോടൊപ്പം സ്വർഗരാജ്യത്തിലെത്തുവാനുള്ള അവസരത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി അവരെ സമർപ്പിച്ച് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്തോത്രം. യേശുവേ, നന്ദി. കർത്താവെ, സഭയുടെ എല്ലാ ശത്രുക്കളും പരാജയപ്പെടട്ടെ. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികൾ പരാജയപ്പെടട്ടെ. സഭയ്ക്ക് പുതിയൊരു ഉണർവുണ്ടാകട്ടെ, പുതിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ. സഭ ലോകത്തിന്റെ പ്രകാശമായി തീരട്ടെ, അനേക രക്ഷയുടെ അടയാളമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. അമ്മേ, സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ, 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ പീഡനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ പീഡനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ, 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ സാധിക്കുന്നവരെല്ലാവരും ഒട്ടുകുത്തുകയാണ്. ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദത്തിന് ഒരുങ്ങുന്ന നിമിഷമാണിത്. പ്രിയതയ പൈതലെ, ദൈവസന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ മേലും ദൈവം ഇന്ന് അനുഗ്രഹം വർഷിക്കും. ശാലോമിലേക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവപൈതലെ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈശോ തൊട്ടാൽ, ഈശോയെ തൊട്ടാൽ അനുഗ്രഹമുണ്ട്. അവൻ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. പലവിധത്തെ രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർ, കടബാധ്യതകൾ മൂലം വിഷമിക്കുന്നവർ, പലവിധ തടസ്സങ്ങൾപ്പെട്ട് ഉഴലുന്നവർ, കുടുംബത്തിൽ ഒന്നിന് കഴിയുമ്പോൾ മറ്റൊന്നായി മാറി മാറി അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നവർ, ജീവിതത്തിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിൽ ഒത്തിരിയേറെ വിഷമിക്കുന്ന മക്കൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് പലവിധത്തിലുള്ള ബന്ധനങ്ങളുടെയും പിടിയിലായിരിക്കുന്ന കൗമാരക്കാരും മുതിർന്നവരുമായ മക്കൾ, തെറ്റായ പ്രണയബന്ധങ്ങളും ദൈവനിഷേധവും യുക്തിചിന്തയുടെയൊക്കെ പിടിയിൽ അമർന്നിരിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, അവരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കും. ദൈവമേ, ഒപ്പം പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. കരങ്ങൾ കൂപ്പി സമാപന ആശീർവാദത്തെ നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മോദവരേ മോദമോടെ
സ്വാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തോഗണമേ വത്സല സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആൾത്താരയിലേക്ക് നോക്കാം. ഈ ആശീർവാദ സമയത്ത് യേശുവിന്റെ നാമത്തെ ഉറക്ക വിളിക്കണം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നിന്റെ സങ്കടങ്ങളും നമ്പരങ്ങളും എല്ലാം സമർപ്പിച്ച് സ്വരമുയർത്തി അധരം തുറന്ന് ബർത്തമിയോസ് വിളിച്ചതുപോലെ യേശുവേ രോഗികൾ, പീഡിതർ, ആകുലർ, വേദന കഴിയുന്നവർ യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ നൽകുന്ന നാമം, സൗഖ്യം നൽകുന്ന നാമം, ശക്തി പകരുന്ന നാമം, യേശു നാമം ഉറക്കെ വിളിക്കട്ടെ. പിശാചുക്കൾ അലറി വിളിച്ചോടുന്ന നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥന കേൾക്കണേ മാതാവേ, എന്റെ യാചന നൽകണേ മാതാവേ. പ്രാർത്ഥിക്കും ദാസരിൽ നീ വരൂ, പാവന സ്നേഹമായി നീ വരൂ.